കുവൈറ്റ് പ്രോമെട്രിക്കിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്. അപ്പോൾ ഈ അടുത്ത് ചോദിച്ചൊരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. മറ്റ് നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. വൈൽ പ്രൊവൈഡിംഗ് ഹെൽത്ത് ടീച്ചിങ് ടു എ പ്രൈമറി ഗ്രാവിഡ മദർ അബൌട്ട് ഗെസ്റ്റേഷണൽ ഇൻഡ്യൂസ്ഡ് കണ്ടീഷൻസ്, ദ നഴ്സ് എക്സ്പ്ലെയിൻസ് ദാറ്റ് മെനി കോമൺ കണ്ടീഷൻസ് ക്യാൻ occur during pregnancy. Which of the following conditions has the highest occurrence during pregnancy? Gestational diabetes mellitus, physiological anemia, preeclampsia. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ചുരുക്കം, ഓക്കെ, അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും അവസാനം. പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലേ ഹയസ്റ്റ് ഒക്കറൻസ് ആകുന്ന കണ്ടീഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രഗ്നൻസിയിൽ പല പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻസർ ബി, ഫിസിയോളജിക്കൽ അനീമിയാണ്. ഓക്കെ, ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാം, ഓക്കെ, മോഡറേറ്റ് ആയിട്ട് വരാം. പ്രിയക്ലാംഷ്യയും സംഭവിക്കാം. പ്രിയക്ലാംഷ്യയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, പ്രിയക്ലാംഷ്യയും ഡയബറ്റീസ് മെലിറ്റസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പ്രിയക്ലാംഷ്യയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്, പക്ഷേ ലെസ് കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഫിസിയോളജിക്കൽ അനീമിയ കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒബിയിൽ പഠിക്കുന്നതാണ്. കാരണം പ്രഗ്നൻസി സമയത്ത് അല്ലേ അമ്മയുടെ ശരീരത്തിൽ ഒരുപാടധികം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമാണ് അത്. കുഞ്ഞ് എക്സ്ട്രാ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ മിക്ക സിസ്റ്റങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും, പ്രത്യേകിച്ച് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അല്ലേ. അപ്പം ബ്ലഡ് വോളിയം ഒക്കെ കണ്ടമാനം കൂടും എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ പോയിന്റ് കിട്ടുന്നത്. ബ്ലഡ് വോളിയം കൂടുമ്പോൾ പ്ലാസ്മ ഏകദേശം 40 to 50% ആണ് കൂടുന്നതെന്ന് പറയുന്നത്. ആർ ബി സിയും കൂടും, ഇല്ല എന്നല്ല പറയുന്നത്. ഒരു 20 to 30% വരെയൊക്കെ ഇൻക്രീസ് ഉണ്ടാകാം ആർ ബി സിക്ക്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പ്ലാസ്മ കൂടി പോകുന്നുണ്ട്, ഹീമോ ഡൈലൂഷൻ ഉണ്ടാവും, ഹെമറ്റോക്രിറ്റ് കൂടും. മനസ്സിലാവുന്നുണ്ടോ? ആ ഹീമോ ഡൈലൂഷനാണ് ഇവർക്ക് അനീമിയ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഫിസിയോളജിക്കൽ അനീമിയാണ്, നോർമലാണ് സംഭവം, അങ്ങനെ മനസ്സിലാക്കുക. മിക്ക അമ്മമാരിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, കൂടുതലായിട്ടുണ്ടാകുന്നത് ഫിസിയോളജിക്കൽ അനീമിയ. ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയത് മറ്റൊന്നുമല്ല, ഈ പ്രിയക്ലാംഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്, ഗെസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ആയിക്കോട്ടെ, രണ്ടും പതോളജിക്കൽ കണ്ടീഷൻസ് ആണ്, ഫിസിയോളജിക്കൽ അല്ല, അസുഖങ്ങളാണത്, കുഴപ്പമുണ്ടാക്കും. നേരെ മറിച്ച് ഫിസിയോളജിക്കൽ അനീമിയ പറഞ്ഞ പോലെ തന്നെ അത് ഫിസിയോളജിക്കലാണ്, നോർമലാണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിക്ക അമ്മമാരിലും അത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയും കൂടാണ്. അപ്പോൾ ഇതുപോലുള്ള നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് സീരീസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും തിയറി ക്ലാസ്സും ഒക്കെ ചേർന്നിട്ട് പാക്കേജ് ആയിട്ടാണ് നമ്മുടെ മെയിൻ കോഴ്സുകൾ പോകുന്നത്. DHA, HAD, MOH, പ്രോമെട്രിക്, ENGLEX-R, ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോഴ്സുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യാം.